ആകെ 2,40,00,000 രൂപ അവർക്ക് വേണം ഇത്രയും 30 വീടുകൾ ഉണ്ടാക്കണമെങ്കിൽ അവർ പറഞ്ഞ കണക്കിൽ. അതിൽ 84 ലക്ഷം രൂപയാണ് അവർക്ക് ആകെ കിട്ടിയത്. അത് സമാഹരിക്കാൻ അവർക്ക് പറ്റിയില്ല, അവർ ഉദ്ദേശിച്ച കാര്യം പറ്റിയിട്ടില്ല എന്നത് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. പക്ഷേ DYFI 20 കോടി രൂപയാണ് സമാഹരിച്ചത്. ഇവർക്ക് 2,40,00,000 രൂപ സമാഹരിക്കാൻ പറ്റിയിട്ടില്ല യൂത്ത് കോൺഗ്രസിന്. DYFI 20 കോടി രൂപ സമാഹരിച്ചു. യൂത്ത് കോൺഗ്രസിനേക്കാൾ ചെറിയ സംഘടനയാണ് AIYF എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആളെണ്ണത്തിൽ. അവർക്ക് 1 കോടി രൂപ AIYF കൊണ്ടുപോയിട്ട് സർക്കാരിന് കൊടുത്തു. അപ്പോൾ പണസമാഹരണത്തിലും ഈ പറയുന്നത് പോലുള്ളൊരു ഒരു കുറവ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നില്ല. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലും പണിയെടുക്കാനുണ്ടായിരുന്നു, മറ്റ് യൂത്ത് കോൺഗ്രസ് നേതാക്കളുണ്ടായിരുന്നു, വസീഫും PK സനോനെയും പോലുള്ള DYFI നേതാക്കളുണ്ടായിരുന്നു. അവിടെ വരാത്ത മനുഷ്യരില്ല. സംഘടനാ പ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിരിക്കും സകലമാന ആളുകളോട് വന്നിരുന്നു. ആ ഒരു കാര്യം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ധനസമാഹരണത്തിലാണെങ്കിലും ഹർഷൻ ചൂണ്ടിക്കാണിച്ച പോലെ വീടുകളുടെ നിർമ്മാണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അവർ പിന്നോട്ട് പോയി എന്നതൊരു വസ്തുതയാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം അവർ ആകെ പണം അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ ശരിയാവുകയില്ല. പിന്നെ അത് മാത്രമല്ല, ഇവരാകെപ്പാടെ വീട് നിർമ്മിക്കാത്ത ആളുകളാണ് എന്നൊന്നും പറയുന്നത് ശരിയല്ല. മറിയക്കുട്ടിക്ക് വീടുണ്ടായി കൊടുത്തത് KPC ആണ്. അവർ പക്ഷേ അത് കഴിഞ്ഞപ്പോൾ BJPയിലേക്ക് പോയി എന്നത് മറ്റൊരു വസ്തുതയാണ് സുരേഷ് ഗോപിയെ കണ്ടപ്പോൾ. പക്ഷേ അങ്ങനെ ഒരു ഒറ്റ കാര്യം കൂടെ പറയാണ്ട്, ഇത് ഉണ്ടല്ലോ ഡേറ്റാ ഷീറ്റിൽ കാണിച്ചപ്പോൾ പറഞ്ഞില്ലേ ഇവർ 1000 വീട് വെച്ച് കൊടുക്കും എന്നുള്ളത് വെച്ച് കൊടുക്കാൻ കഴിഞ്ഞില്ല. അതായത് ചെയ്യാൻ പറ്റുന്നത് ഏൽക്കുക, അത് നടപ്പാക്കുക എന്നുള്ളതാണ് ഏറ്റവും മികച്ച മാർഗം. പക്ഷേ ഇവിടെ ഇവരെ 1000 വീട് തികയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം പല നേതാക്കന്മാരും നേതൃത്വം നൽകുന്ന പല പദ്ധതികളുണ്ട്. ഇപ്പോൾ VD സതീശൻ്റെ പുനർജനി പദ്ധതിയുണ്ട്, ഉമ്മൻചാണ്ടിയുടെ പേരിൽ നടക്കുന്ന ഭവന നിർമ്മാണ പരിപാടികളുണ്ട്. ഇതെല്ലാം ഇവർ എന്താണ് KPCCയുടെ 1000 വീട് പദ്ധതിയോട് അങ്ങ് ചേർത്തു. ഇപ്പോൾ അപ്പോൾ ഇതെല്ലാം 1000 വീടിൻ്റെ ഭാഗമാണ്. അതായത് ഇനിയും അവർക്ക് സമയമുണ്ട്. അതായത് പണം സമാഹരിക്കാനാണെങ്കിലും 30 വീട് നിർമ്മിക്കുമെന്ന് പറഞ്ഞത് ഫുൾഫിൽ ചെയ്യാൻ അവർക്ക് സമയമുണ്ട്. അത് ചെയ്യുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും. നമുക്ക് അവരെ വിശ്വസിക്കുക. അവർ പൊതുപ്രവർത്തകരാണ്, ഉത്തരവാദിത്തമുള്ള ആളുകളാണ്.